യോഗ്യതാ റൗണ്ടിൽ ഒറ്റയേറിന് ലക്ഷ്യം കണ്ട് മടങ്ങിപ്പോയ നീരജിൽ നിന്ന് ഒരുപാട് പിന്നിലായിരുന്നു കലാശ പോരാട്ടത്തിൽ ഇന്ത്യയുടെ സൂപ്പർ താരം. ആദ്യ ശ്രമം തന്നെ ഫൗൾ. രണ്ടാം ശ്രമത്തിൽ പക്ഷേ 90 മീറ്ററിനടുത്ത് കുന്തമുന കുത്തി കരുത്തറിയിച്ചു. എന്നാൽ അതിനു മുമ്പ് തന്നെ പാകിസ്ഥാന്റെ യുവതാരം അർഷാദ് നദീം 92.97 മീറ്റർ എറിഞ്ഞ് ചരിത്രം കുറിച്ചിരുന്നു. പിന്നെ അങ്ങോട്ട് ആ വലിയ കടമ്പ കടക്കാനുള്ള സമ്മർദ്ദത്തിലും ശ്രമത്തിലുമായിരുന്നു നീരജ്. ശ്രമങ്ങളെല്ലാം ഫൗൾ. എന്നാൽ എണ്ണം പറഞ്ഞ ഒന്ന് രണ്ടാം ശ്രമത്തിൽ കുറിച്ചുവെച്ചതുകൊണ്ട് മറ്റാർക്കും നീരജിന്റെ വിജയവഴിയിൽ വിലങ്ങുതടിയാകാൻ കഴിഞ്ഞില്ല. വെള്ളിത്തിളക്കത്തോടെ കരിയറിലെ രണ്ടാം ഒളിമ്പിക് മെഡലുമായി നീരജ് പാരീസിൽ നിന്ന് വണ്ടി കയറും. നീരജിന്റെ ആരാധകൻ കൂടിയായ അർഷാദ് നദീം 32 വർഷത്തിനു ശേഷം പാകിസ്ഥാനിലേക്ക് ഒരു ഒളിമ്പിക് മെഡൽ കൊണ്ടുപോകുകയാണ്. മറുവശത്ത് നീരജ് തന്റെ മികച്ച പ്രകടനമായ സ്റ്റോക്ക്ഹോം ഡയമണ്ട് ലീഗിലെ 89.94 മീറ്ററിന് അടുത്തുവരെ എത്തി. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണമെറിഞ്ഞിട്ടതിനേക്കാൾ 2 മീറ്ററോളം കൂടുതൽ ദൂരം കുറിച്ച വെള്ളിക്ക് തിളക്കം കൂടും. സാധാരണ നീരജിനെ പിടികൂടാത്ത സമ്മർദ്ദം ഇന്നലെ രാത്രി മുഖത്ത് തെളിഞ്ഞു നിന്നു. ആദ്യ ശ്രമങ്ങളിൽ തന്നെ മത്സരത്തിന്റെ വിധി കുറിക്കുന്ന സ്ഥിരം ശീലം അയാൾ കൈവിട്ടില്ല. അഭിമാനത്തോടെ നമുക്ക് പറയാം, നീരജ് ഇന്ത്യയുടെ തങ്കത്തിളക്കമുള്ള താരമാണെന്ന്. നീരജ് ചോപ്ര ഗ്രാമത്തിൽ ഇതാ പടക്കങ്ങൾ പൊട്ടുന്നു. അതായത് ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല, ആളുകൾക്കൊരു നിരാശയുമില്ല. സ്വർണ്ണം പ്രതീക്ഷിച്ചെത്തിയിരുന്നെങ്കിൽ പോലും നേടിയത് വെള്ളിയാണെങ്കിൽ പോലും ആ വെള്ളിക്ക് ഇരട്ടി മധുരമാണ്, ഇരട്ടി തിളക്കമാണ്. നീരജ് ചോപ്രയുടെ ഗ്രാമത്തിൽ നിന്നും വിഷ്ണു ബാലകൃഷ്ണനൊപ്പം മാതൃഭൂമി.